ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ചെറിയ ഒരു ശബ്ദ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. നന്നായിട്ട് തൊണ്ടയ്ക്ക് വേദനയാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു പനിയുടെ ആരംഭമൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒത്തിരി സൗണ്ട് ഒന്നും എടുത്തല്ല സംസാരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞെടുക്കാൻ പോവാണ്. നമ്മുടെ രേവതിനെയും കൊണ്ട് സച്ചി ഒരു വലിയൊരു കയറ്റം തന്നെയാണ് കയറിപ്പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വേദനയെല്ലാം നമ്മുടെ സച്ചിയുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വേദനയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ നമ്മുടെ രേവതിയുടെ കുറച്ച് പൊടിക്കൈയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഉഴിഞ്ഞെടുക്കാന്നൊക്കെ കരുതി എന്ത് ചെയ്തു, നേരെ കുഴമ്പൊക്കെ എടുത്തോണ്ട് വന്ന് ആദ്യം കൈയൊക്കെ തിരുമ്മി കൊടുത്തു, കാലൊക്കെ തിരുമ്മി കൊടുത്തു. അപ്പൊ ഭയങ്കരമായിട്ട് നടുവിന് വേദനയാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമൊക്കെ കൈ കൊണ്ടൊക്കെ തിരുമ്മി കൊടുത്തെങ്കിലും നമ്മുടെ സച്ചിക്ക് അതങ്ങ് ഏക്കണില്ല. സച്ചി പറഞ്ഞു വേദന കുറയുന്നില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത് എങ്കിൽ പിന്നെ ഒരു പൊടിക്കൈ ഉണ്ട്, ഞാൻ കയറി ചവിട്ടി തിരുമിയിട്ടുണ്ടെങ്കിൽ എല്ലാം റെഡിയാകും എന്ന് പറഞ്ഞപ്പോ എന്നെ റെഡിയാക്കാനാണോ, എന്നെ അങ്ങോട്ട് മേളിലേക്ക് എടുക്കാനാണോ നീ ചവിട്ടി തിരുമുന്നത്? അല്ല സച്ചേട്ട ഒന്ന് നോക്ക്, നമുക്കൊന്ന് ശ്രമിക്കാം, ഞാൻ തിരുമുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് സച്ചേട്ടൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. രേവതി എന്ത് ചെയ്തു, കിട്ടിയ അവസരം പാഴാക്കാതെ പുള്ളിക്കാരി കയറി നിന്ന് അങ്ങോട്ട് മെഴുകാനും തുടങ്ങി കേട്ടോ. ചാവുട്ടി തിരുമി നമ്മുടെ സച്ചിക്കാണ് വേദന കൊണ്ട് സഹിക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരി നന്നായിട്ടാട്ടോ തിരുമുന്നത്. പുള്ളിക്കാരിക്ക് തിരുമു ചികിത്സയൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ തിരുമി വന്നപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അതിലേക്കൂടെ പോയി. ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നു. അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇവൻ ഇതുവരെ കമ്മേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. ഇതെന്താ ഭയങ്കര സ്നേഹത്തോടെ കമ്മേന്നൊക്കെ വിളിച്ച് കരയുന്നേ എന്ന് പറഞ്ഞ് പതുക്കെ ചെന്നങ്ങോട്ട് വാതിലങ്ങോട്ട് തള്ളി അങ്ങ് തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി തോണ്ട നിൽക്കുന്നു സച്ചിയുടെ മണ്ടയ്ക്ക്. എന്താടി നീ കാണിക്കുന്നത്? നീ എന്താടി അവനെ നീ ചവിട്ടി കൊല്ലുവാണോടി? എന്റെ മോനെ നീ കൊല്ലാൻ നോക്കുവാണോടി? ചോദിച്ചോടങ്ങ് ചെന്നില്ലേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ രേവതി അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് കട്ടിലേക്ക് വീണപ്പോഴത്തേക്കും ചന്ദ്ര അകത്ത് കയറിയിട്ടുണ്ട്. എന്താടി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അതെ, ഞാൻ ഈ പെറ്റിട്ടേക്കുന്നത് നിനക്ക് ചവിട്ടിക്കൊല്ലാനൊന്നും അല്ല. അവനെ വല്ല സംഭവിച്ചു പോയിട്ട് എന്ത് ചെയ്യും? എന്റെ ഒരു കൊച്ചിന്റെ എണ്ണമല്ലേ കുറയുന്നേ? നീ എന്താടി ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പതുക്കെ എണീറ്റിട്ട് അത് പിന്നെ അമ്മേ വേറൊന്നുമല്ല, സച്ചേട്ടന് വേദനയാണെന്ന് പറഞ്ഞപ്പോ ഞാന് തിരുമി കൊടുത്തതാന്ന് പറഞ്ഞു. എടി തിരുമുന്ന ഇങ്ങനെയാണോടി? നീ തന്നെ അങ്ങോട്ട് മേപ്പോട്ട് എടുക്കാൻ വേണ്ടിയാണോ തിരുമുന്ന എന്റെ മോനെ? അവള് ചെയ്യുന്ന കണ്ടില്ലേ അവള്? എടാ ഇവളുടെ തിരുമു കാരണം നിനക്കുണ്ടല്ലോ നാളെ വല്ല കിടപ്പിലായി പോകും, നിനക്ക് പിന്നെ ജോലിക്ക് പോകാൻ പോലും പറ്റത്തില്ല. അവള് എന്താണ്ട് മനസ്സിൽ വാശി വൈരോഗ്യം വെച്ചൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഇല്ലമ്മേ, ശരീരം ഭയങ്കര വേദന ആയോണ്ടാണ് ഞാൻ ഇങ്ങനെ തിരുമിയിട്ടുണ്ടെ കുറയും, അതെനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് ഇറങ്ങിപ്പോവുക. അയ്യടാന്നായി പോയിട്ടോ. എന്തോ കഷ്ടമായി പോയി എന്ന് പറഞ്ഞു നമ്മുടെ രേവതി. അപ്പൊ പറഞ്ഞു സച്ചി പറഞ്ഞു എന്ത് കഷ്ടം? എന്താ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നീ എന്റെ മേത്ത് കയറി നിന്ന് തിരുമിന്ന് പറഞ്ഞു എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ നിനക്കല്ലെങ്കിലും വെളിവും വെള്ളിയാഴ്ചയില്ല. ആ വാതിലങ്ങ് കുറ്റിയിടാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ നന്നായിട്ട് മുറുക്കി അടച്ചായിരുന്നു. പിന്നെ മുറുക്കി അടച്ച് കാറ്റ് വന്നങ്ങ് തുറന്നു. അതല്ല സച്ചേട്ടാ, അമ്മ വന്ന് തള്ളി തുറന്നു സച്ചേട്ടാ. ഇനിയിപ്പൊ അമ്മേനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങനെ രേവതിനെയും വഴക്ക് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര തുള്ളിച്ചാടി നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞു, എന്തൊക്കെ ഞാൻ കാണണം, എന്തൊക്കെ കണ്ടാലാ എന്റെ ഈശ്വര, അവനെ ഇട്ട് അവിടെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. എന്താ രേവതി നീ പറയുന്നത്? ആരെ കൊന്നെന്ന്, ആര് ചെയ്തെന്ന്? എന്താ രേവതി എന്നല്ല ചന്ദ്രനാട്ടോ വിളിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതെ സച്ചിനെ അവള് പുറത്ത് കയറി കിടന്ന് എന്തൊക്കെയോ കാണിക്കുക. അയ്യേ, നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? നീ എന്തിനാ അവരുടെ റൂമിലേക്ക് പോയത്? രവിയേട്ടാ, അവളെ പുറത്ത് കയറി ഇരുന്നിട്ട് അങ്ങോട്ട് ചവിട്ടി തിരുമോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ പുറത്ത് കയറി ചവിട്ടുന്നൊക്കെ ഉണ്ട്. നാളെ നടുവേദനയാന്നും പറഞ്ഞോണ്ട് അവൻ ഇതിലെ അങ്ങനെ നടന്നു കഴിഞ്ഞാലേ അവന് വേദനയാന്നും പറഞ്ഞാ അതെ അവക്ക് വല്ല തിരുമും ഒക്കെ വല്ലതും അറിയാമോ? എന്നിട്ട് അസ്ഥാനത്ത് കയറി വല്ലതും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും? അതെ, രേവതിയല്ലേ ചവിട്ടി തിരുമിയത്. അവര് ഭാര്യയും ഭർത്താവും തിരുമുവോ അവരെന്ത് വേണേലും കാണിക്കട്ടെ. നീ എന്തിനാ ഇപ്പൊ അവരുടെ റൂമിൽ പോയി എത്തി വലിഞ്ഞു നോക്കിയത്? അത് പിന്നെ എത്തി വലിഞ്ഞു നോക്കിയതാണോ? അവിടെ നിന്ന് സച്ചി അമ്മയെ അയ്യോ എന്ന് പറഞ്ഞ് കാറിയപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നതാ. എന്താണെങ്കിലും അത് മോശമായിപ്പോയി. അവരുടെ റൂമിൽ നിന്ന്
പല സൗണ്ടും കേൾക്കും. അവര് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും അല്ലെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചെന്നൊക്കെ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരായി അവരുടെ പാടായി, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അവർ തീർത്തോളും. നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് ഇടപെടുമൊന്നും വേണ്ട. അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി ഒളിഞ്ഞു നോട്ടം കൂടുന്നുണ്ട്. പിന്നെ ഒളിഞ്ഞു നോക്കാനൊന്നും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. ഞാൻ പറഞ്ഞു അവക്ക് തിരുമൊന്നും അറിയത്തില്ലെന്നേ, സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, നമ്മുടെ ഒരു മോനല്ലേ എന്ന് പറഞ്ഞപ്പോ, അയ്യോ എന്തൊരു സ്നേഹമായിട്ട് ചന്ദ്രൻ നിനക്ക് മോനോടെന്ന് ചോദിച്ചു നമ്മുടെ രവീന്ദ്രൻ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ അവക്ക് തിരുമൊക്കെ അറിയായിരിക്കും, അല്ലെങ്കിലും അവള് മിടുക്കി പെങ്കൊച്ചാന്ന് നിനക്ക് അറിയത്തില്ലേ, അല്ലെങ്കിലും ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നേക്കാളും നല്ലതേ നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചവിട്ടി തിരുമുന്നൊക്കെയാ നല്ലത്. അങ്ങനെ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാന്നേ, ശരീരത്തിനൊക്കെ നല്ലതാ. ആ എന്റെ അമ്മ പണ്ടിങ്ങനെ ചവിട്ടി തിരുമൊക്കെ ചെയ്യുമായിരുന്നു. അതിനെ നീ നീ ഏതോ ഓടാകുടത്ത് ജനിച്ചെന്നും പറഞ്ഞുകൊണ്ട് ദേ അങ്ങ് നാട്ടുമ്പുറത്തൊക്കെ ചെന്ന് നോക്ക്, അവിടെയൊക്കെ ഉണ്ടല്ലോ. ഹോസ്പിറ്റലൊന്നും പോകാറില്ല പണ്ടുള്ളവരൊക്കെ, ഇപ്പഴല്ലേ ഈ ഹോസ്പിറ്റലൊക്കെ. പണ്ടൊക്കെ ഈ തിരുമും അതുപോലെ കിഴിയും ഒക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇനിയിപ്പോ ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പം, അതെന്താ ഇത് പഠിക്കാൻ വേണ്ടി നിനക്ക് നാട്ടിലേക്ക് പോയാലോ? പിന്നെ ഞാൻ ഇതുവരെ നിങ്ങളുടെ നാട് ചൊവ്വേനേരെ കണ്ടിട്ടില്ല, ഞാൻ എങ്ങനെയും ഇവിടെ ജീവിച്ചു പോക്കോട്ടെ, ഇനി നിങ്ങളുടെ നല്ലൊരു അടുത്ത് ചെന്ന് കൊടുത്താലും കൂടെ മതിയല്ലോ എന്ന് പറഞ്ഞ് പുറത്തോണ്ട് അങ്ങ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, മതി മതി തിരുമിയത് മതി, ഏതായാലും നാളെ രാവിലെ തന്നെ എണീക്കണം, എന്തോ ഭയങ്കര സന്തോഷം തോന്നുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചപ്പോഴത്തേക്ക് രേവതി വെച്ച്, എന്ത് സന്തോഷം നിങ്ങൾക്ക് തോന്നുന്നത്? നടുവ് തിരുമിപ്പം ഭേദമായോ? ആ ഒരു സന്തോഷമാണോ? അതൊന്നും അല്ല. ഏതായാലും ഞാൻ അമ്മയെന്ന് വിളിച്ചപ്പോഴേ അമ്മ വന്നില്ലേ, അമ്മ വന്നിട്ട് എന്റെ മോനെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ. അപ്പൊ ചന്ദ്രമതിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന്. ഓഹോ അതാണോ, വലിയ ഗെയിമായിപ്പോയി. അതെ ഞാൻ കാരണമല്ല ഇപ്പൊ അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയത്. ഇനി അതിന്റെ ക്രെഡിറ്റും കൂടെ നീ കൊണ്ടോക്കോ. അല്ല എനിക്ക് കിടന്നുറങ്ങണം, നാളെ രാവിലെ ഓട്ടം പോകാനുള്ളത്. അതേ രേവതി രാവിലെ ഒന്ന് വിളിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ സച്ചി കിടന്നു, രേവതിയും കിടന്നു. നേരം വെളുത്ത് പെട്ടെന്നായിരുന്നു നേരമൊക്കെ വെളുത്തത്. പെട്ടെന്ന് നേരം വെളുത്ത് നമ്മുടെ സച്ചി നോക്കിയപ്പോഴത്തേക്കും രേവതി കട്ടലിന്റെ മുകളിൽ ഇരുന്ന് പൂ കെട്ടുന്നുണ്ട്. സച്ചി ചോദിച്ചു, ഇതെന്താ നീ ഈ പാതിരാത്രി ഇരുന്ന് പൂ കെട്ടുന്നത്, നീ എന്താ ഉറങ്ങുന്നൊന്നും ഇല്ലേ? സച്ചേട്ടാ സമയം എത്രയായിന്ന് അറിയാമോ? 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞെന്നോ? എന്താടി രേവതി, നിന്നോട് ഞാൻ രാവിലെ വിളിക്കാൻ പറഞ്ഞതല്ലേ. അത് പിന്നെ സച്ചേട്ടൻ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ ഞാൻ ഓർത്തു പതുക്കെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന്. പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന്. അതെ ഞാനൊരു കാര്യം പറയട്ടെ, വേദനയൊക്കെ കുറച്ച് കുറവുണ്ട് നടുവിന്. ഏതായാലും എല്ലാം ഭേദമായി എന്നാ തോന്നുന്നത്. അപ്പൊ എന്റെ തിരുമേറ്റല്ലേ, ഞങ്ങളുടെ നാട്ടില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർക്ക് 400 രൂപ കൊടുത്താലാ ആ ഡോക്ടർ ഇങ്ങനെ ചവിട്ടി തിരുമി ഒഴിഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഏതായാലും വേദന പോയതല്ലേ, 400 രൂപ എടുക്ക. 400 രൂപ എടുക്കാനോ? നീ ചവിട്ടി തിരുമിയന് 400 രൂപ? എന്താ രേവതി പറയുന്നത്? അതെന്താ, ഞാൻ ചവിട്ടി തിരുമിയത് തിരുമലല്ലേ? നിങ്ങൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? അതുകൊണ്ട് 400 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കുമോ? 400 രൂപ എടുക്കാൻ പറഞ്ഞപ്പോ, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, ഞാൻ നിന്നെ ഒരു ദിവസം കൊണ്ടാക്കിയത് ഓർക്കുന്നുണ്ടോ നിന്റെ വീട്ടില്? അപ്പം ആ ഓട്ടം എനിക്ക് വേറെ ആരെങ്കിലും ആ ഒരു സമയത്ത് ഓടുകയാണെങ്കിൽ എനിക്ക് അവിടെ പൈസ കിട്ടിയേനെ, എങ്കിൽ പിന്നെ ആ പൈസ ഇങ്ങോട്ട് എടുക്ക. ഓഹോ അപ്പൊ സച്ചേട്ടൻ കണക്ക് പറയുകയാണോ? പിന്നെ നീയല്ലേ ആദ്യം കണക്ക് പറഞ്ഞു തുടങ്ങിയത്. എങ്കിൽ പിന്നെ ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയാൽ തീരത്തില്ല. ഈ വീട്ടിൽ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട് ഞാൻ. നേരെ വെളുത്ത് എഴുന്നേറ്റ് വൈകുവോളം ഞാൻ പണിയാ. അപ്പം അതിനുള്ള കൂലി ആര് തരും? ഓഹോ അതിനുള്ള കൂലി നീ ചോദിക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നീ ഒരു ലേബർ കോടതി ഉണ്ടല്ലോ അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. അങ്ങനെ കൂലി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടേല് കുറെ കൂലി തരേണ്ട വരും സച്ചേട്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എടി നീ ഈ പൂ കെട്ടിക്കൊണ്ടിരുന്ന ഇങ്ങനെ കിണുകിണുകിണ സംസാരിക്കാതെ മധുരമായിട്ടാ ആ പൂ കെട്ടുന്ന. എന്ത് മെല്ലയാ നീ ഈ സംസാരിച്ചുകൊണ്ട് തന്നെയാണല്ലോ പൂ കെട്ടുന്നത്. പൂ എന്നുള്ള വാക്ക് തന്നെ എന്ത് രസമാ, ആ പൂ പോലെ നിനക്ക് സംസാരിക്കത്തില്ലേന്ന് ചോദിച്ചപ്പം, അല്ല സച്ചേട്ടൻ വണ്ടിയല്ലേ ഓടിക്കണത്, വണ്ടിയുടെ ഓണില്ലേ, ആ ഓണ് കീ കീ കീന്ന് ചെറിയ ശബ്ദമല്ലേ, അതുപോലെ മധുരമായിട്ട് ചെറിയ ശബ്ദം പോലെ സച്ചേട്ടനെ സംസാരിച്ചാൽ എന്താ? എന്റെ പൊന്നു രേവതി ഞാൻ നമിച്ചു, നിന്നോട് മത്സരിക്കാനും നിന്നോട് ഒന്നിനും ഞാനില്ല, ഞാൻ പോയി എന്റെ ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് സച്ചി എണീറ്റ് ഫ്രഷ് ആകാൻ അങ്ങ് പോയിട്ടോ. അങ്ങനെ സച്ചി ഫ്രഷൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് വീണ്ടും പൂ കെട്ടാ. അപ്പൊ സച്ചി വന്നപ്പോഴത്തേക്കും കൈക്ക് വല്ലാത്ത വേദന. ഏതായാലും ഫുഡ് പെട്ടെന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഫുഡ് എടുത്തോണ്ട് വരാനോ? ഫുഡ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിരുന്ന് കഴിക്കുക. എന്റെ കൈക്ക് വേദനയാന്ന് ഞാൻ പറഞ്ഞില്ല രേവതി, ഈ കൈ പൊക്കത്ത് പോലും ഇല്ല, പിന്നെ എങ്ങനെയും ഞാൻ ഫുഡ് കഴിക്കുന്നത്? ഇനിയിപ്പൊ അതും ഞാൻ വാരി തരണമെന്നാണോ പറയുന്നത്? വാരി തരുവാണെങ്കിൽ വല്ലതും കഴിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കാതെ പോകാം. ഇന്ന് എന്താ കാപ്പിക്ക്? അത് പിന്നെ ഇന്ന് കാപ്പിക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്
പൂരി. ഓ, എനിക്ക് ഇഷ്ടമുള്ള പൂരിയല്ലേ നീ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വഴക്കൊക്കെ കഴിയുമ്പോൾ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ആയിരുന്നു, അതിന് മുമ്പ് ദിവസം ദോശയായിരുന്നു, പുട്ടായിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് ഞാൻ പൂരി ഉണ്ടാക്കിയതാ. എങ്കിൽ പിന്നെ നീ പെട്ടെന്ന് പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോ എന്തായത്, നമ്മുടെ സച്ചി പറഞ്ഞു കൈക്ക് വയ്യ, വാരി തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി വാരി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ മൂക്കുമുട്ടൻ നമ്മുടെ രേവതി വാരി കൊടുക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് സച്ചി. ഏതായാലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു മതി മതി മതി, ഇനി വേണ്ട, സമയമായി, എനിക്ക് പോണെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ രേവതി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ നേരത്ത് കൈ അങ്ങോട്ട് പൊക്കി കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന കൈ അങ്ങോട്ട് പൊക്കി. അപ്പൊ പറഞ്ഞു അല്ല സച്ചേട്ടന്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്തിനാ സച്ചിയേട്ടൻ കൈക്ക് വയ്യെന്നും പറഞ്ഞത് വാരി തരാൻ പറഞ്ഞത്? അത് പിന്നെ കൈക്ക് പ്രശ്നമൊന്നുമില്ല, ഏതായാലും ഇനി കൈ കഴുകേണ്ട കാര്യമില്ലല്ലോ, മാത്രം കഴിക്കാൻ പോരെ, ഞാനേ വെറുതെ ഒരു അട്ട വിട്ടതാന്ന് പറഞ്ഞപ്പം എടാ കള്ള നീ അട്ട വിട്ടതല്ലേന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങോട്ട് ചെന്ന് ഒരു ഒറ്റ പിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അച്ചാന്ന് പറഞ്ഞ ഒരു ഒറ്റ കാർച്ച. പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ എന്താണ് സച്ചി എന്ന് ചോദിച്ചപ്പോ അച്ഛാ ഒന്നുമില്ല ഞാനേ പോകുവാണേ, അതിനുവേണ്ടി അച്ഛനെ വിളിക്കിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ നമ്മുടെ രവീന്ദ്രന് മനസ്സിലായി, രണ്ടും കൂടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കളിക്ക് ഇങ്ങനെ അടി വെച്ചാന്ന് മനസ്സിലായി. അന്ന് സച്ചി അങ്ങ് പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധി ഇങ്ങനെ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ടെറസിന്റെ മണ്ടയില്. അപ്പോഴത്തേക്കാണ് അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രീകാന്തിന് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് ഒന്ന് എത്തണം, എല്ലാവരുമായിട്ടൊന്ന് പഴയതുപോലെ ഒന്ന് എല്ലാവരുമായിട്ട് അവ വീട്ടിൽ തന്നെ താമസിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹപ്രകാരമാണ് എല്ലാരെയും വിളിച്ചൊന്ന് സോപ്പിട്ടേക്കാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധീനെ വിളിക്കുകയാണ്. അപ്പൊ സുധി നേരത്തെ ഒന്നും ഫോൺ എടുത്തില്ലായിരുന്നു, ഇപ്പൊ ഫോൺ എടുത്തപ്പോഴത്തേക്കും തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ ശ്രീകാന്തിന്. അപ്പൊ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒട്ടനെ നമ്മുടെ സുധി പറഞ്ഞു സച്ചിയാണ് എല്ലാത്തിനും കാരണം, സച്ചി സമ്മതിക്കത്തില്ല നീ ഇങ്ങനെ ഇങ്ങോട്ട് വരാന്, നീ വലിയ കൊമ്പത്തെ വീട്ടിലെ പെണ്ണിനെയൊക്കെ അല്ലേ കെട്ടിയേക്കുന്നത്, പക്ഷെ സച്ചി സമ്മതിക്കത്തില്ല. കാരണം എന്താ, അവളുടെ പെണ്ണിനേക്കാളും പണമുള്ള പെണ്ണിനെ കെട്ടിയോണ്ട് നിന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല, അതാന്നും പറഞ്ഞങ്ങോട്ട് ഓരോ കൊതിയും നുണയങ്ങ് പറയാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ശ്രീകാന്തിന് കാര്യമൊക്കെ അറിയാലോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.